ശരി, നമ്മൾ ഈ സുഹൃത്ത് എന്ന് പറയുന്ന ആൾക്കാരുണ്ട് നമുക്കിടയിൽ. അപ്പോൾ അതിനിങ്ങനെ ഒരു കൺസെപ്റ്റ് പറയാൻ പറഞ്ഞാൽ എങ്ങനെ പറയാൻ പറ്റും? സുഹൃത്ത് സത്യം പറഞ്ഞാൽ എൻ്റെ ജീവിതത്തിൽ എല്ലാ കാലത്തും, അതായത് ഏറ്റവും മീനിങ് ഫുള്ളായിട്ടുള്ള ക്ലോസസ്റ്റ് ആയിട്ടുള്ള ബന്ധം ഏതാണെന്ന് ചോദിച്ചാൽ ഞാനിപ്പോൾ പറയുന്ന പദമാണ് സുഹൃത്ത്. സുഹൃത്ത് എന്ന് പറഞ്ഞാൽ റിട്ടേൺ ടിക്കറ്റ് എടുക്കാണ്ട് നിങ്ങളുടെ ജീവിതത്തിലേക്ക് കടന്നു വരുന്ന ആളാണെന്നാണ് ഞാൻ പറയാം. ഒരു ഉദാഹരണം പറയാൻ, അതായത് അതിനൊന്ന് വിവരിക്കാൻ പറഞ്ഞാൽ എന്ന് വെച്ചാൽ വരും, നമ്മളെ കൂടെ നിൽക്കും, നമ്മളെ വിഷമങ്ങളിൽ, പ്രതിസന്ധികളിൽ, സന്തോഷങ്ങളിൽ ഒക്കെ നമ്മളെ കൂടെ നിൽക്കും. ഏത് സാഹചര്യം വന്നു കഴിഞ്ഞാലും തിരിച്ചു പോക്കില്ല. അതുകൊണ്ടാണ് ഞാൻ പറഞ്ഞത്, ഒരു റിട്ടേൺ ടിക്കറ്റ് ഇല്ലാണ്ട് നമ്മളെ ജീവിതത്തിലേക്ക് കയറി വരുന്ന ഒരാളാണ് എന്നെ സംബന്ധിച്ച് ഒരു സുഹൃത്ത്. അപ്പോൾ സ്വാഭാവികമായിട്ടും ഇപ്പോൾ നമുക്കിപ്പോൾ ഞാൻ പറയും എൻ്റെ ബെസ്റ്റ് ഫ്രണ്ടാണ് ഇവൻ, അല്ലെങ്കിൽ എനിക്ക് നല്ലൊരു സുഹൃത്ത് ഉണ്ട് എന്ന് പറയും. അപ്പോൾ നിങ്ങൾ ഈ പറഞ്ഞൊരു ആശയങ്ങൾ വെച്ചിട്ട് ഷൈജേട്ടൻ്റെ ജീവിതത്തിൽ സുഹൃത്തുക്കളുണ്ട് ഒരുപാട്? ഇഷ്ടം പോലെ സുഹൃത്തുക്കൾ ഉണ്ടായിട്ടുണ്ട്. പക്ഷേങ്കിൽ മടക്ക യാത്രകൾ ടിക്കറ്റ് എടുത്ത് വന്നവർ കുറേ പേര് പോയി. ഇപ്പം സുഹൃത്തുക്കളുണ്ട്. ഞാൻ എല്ലാ കാലത്തും എനിക്ക് ഞാൻ ഓർക്കുന്ന വെച്ചാൽ ഒരുപാട് വർഷങ്ങളായിട്ട് ഞാൻ എപ്പോഴും പറയുന്ന 3 പേരെൻ്റെ നിത്യ സുഹൃത്തുക്കളാണ്. ഒരാളുടെ പേര് എൻ്റെ തന്നെ പേരാണ് ഷൈജു, KB ഷൈജു എന്നാണ് വിളിക്കും. നമ്മൾ സ്നേഹപൂർവ്വം KVS എന്ന് വിളിക്കും. KVS ലോകത്തിൻ്റെ ഏതോ ഒരു കോണിലാണ്. പുള്ളിക്കാരൻ ഇപ്പോൾ ഇത് കാണുന്നുണ്ടോ എന്ന് എനിക്കറിയില്ല. KB ഷൈജു, KVS എന്ന് വിളിക്കുന്ന KB ഷൈജു. പിന്നെ പ്രശോഭ്, പിന്നെ ബോംബെയിലുള്ള ഒരു രാജലക്ഷ്മി വെങ്കിട്ടറാണ്. അവരും എൻ്റെ വീഡിയോ എപ്പോഴെങ്കിലും കാണുമെന്ന് എനിക്കറിയില്ല. ഈ 3 പേരും എൻ്റെ ജീവിതത്തിൽ നിരവധി വർഷക്കാലമായിട്ട് എന്ന് പറയാം, നമ്മൾ പറയില്ലേ ഒരു ചിരപ്രതിഷ്ഠ നേടുമെന്നെല്ലാം പറയുന്നില്ലേ, അതായത് അവരെ ഒരു മാറ്റം വരുന്നില്ല. പിന്നെ ഇപ്പോൾ നോക്കാൻ പറ്റുകയാണെങ്കിൽ മുസമ്മിലിൻ്റെ ഫ്രണ്ടാണ്. നമ്മൾ കൂടെയുണ്ട് കുറേ നാളുകളായിട്ട്. നമ്മൾ പരസ്പരം എന്താ പറയുക, വ്യക്തിപരമായും അല്ലെങ്കിൽ നമ്മുടെ സന്തോഷങ്ങളും ഇതൊക്കെ നമ്മൾ പങ്കുവെക്കുന്നൊരു ഇതാണല്ലോ നമ്മൾ. അപ്പോൾ ഈ 3 പേരെ സംബന്ധിച്ചെന്ന് പറഞ്ഞാൽ എൻ്റെ ബെസ്റ്റ് എവർ ഫ്രണ്ട്സ്. ഇവരെ മാറ്റം വരുത്താൻ വേണ്ടി ഇപ്പോൾ രാജലക്ഷ്മിനെ ഞാൻ കണ്ടിട്ട് ഒരുപാട് കാലമായി. KB ഷൈജുവിനെ ഞാൻ കണ്ടിട്ട് ഒരുപാട് വർഷങ്ങളായി. പ്രശോഭിനെ ഓക്കെ ഫൈൻ, എൻ്റെ കസിൻ കൂടിയാണ്, ഞാൻ കാണാറുണ്ട്. ഈ 3 പേരുടെയും പ്രത്യേകത എന്ന് വെച്ചാൽ അവർക്ക് ഒരു താല്പര്യമില്ല എന്നെ കൊണ്ടെന്തെങ്കിലും നേടിയെടുക്കുക, എന്നെ കൊണ്ടെന്തെങ്കിലും ലാഭം ഉണ്ടാവുക, അല്ലെങ്കിൽ എന്നെ കൊണ്ടെങ്കിൽ എന്തെങ്കിലും ഒരു ഉപകാരം ഉണ്ടാവുക എന്നൊന്നുമില്ല. ഇനി നമ്മൾ നല്ലത് ചെയ്യുമ്പോഴും ചീത്ത ചെയ്യുമ്പോഴും ചീത്ത അല്ലെങ്കിൽ അത് അവർക്ക് ഇഷ്ടപ്പെടാത്ത കാര്യങ്ങൾ, അവർക്ക് ബോധ്യപ്പെടാത്ത കാര്യങ്ങൾ അത് തെറ്റാന്ന് പറയുകയും അത് നമ്മളെ കൂടെ വെക്കുകയും ചെയ്യും. അത് ശരിയല്ല, ഞാനതിനോട് എനിക്ക് യോജിപ്പില്ല എന്ന് പറയുന്നത് കൂടെ. ഈ 3 പേരാണ് എൻ്റെ ഒരു ഇപ്പൊ സുഹൃത്തുക്കൾ എന്നുള്ളതിന് റിട്ടേൺ ടിക്കറ്റ് എടുക്കാത്ത ആളുകൾ എന്ന് പറഞ്ഞു. അതെ. അപ്പോൾ എടുത്ത ഒരുപാട് ആളുകൾ ജീവിതത്തിൽ ഉണ്ടായിരുന്നു. അവരോടൊക്കെ എന്താണ് പറയുന്നത്? അവരൊക്കെ അതായത് ഇവരൊക്കെ റിട്ടേൺ ടിക്കറ്റ് എടുക്കുകയും പോവുകയും ചെയ്തപ്പോഴാണ് അവരൊക്കെ ആരാണെന്ന് നമുക്ക് ബോധ്യപ്പെട്ടെന്നുള്ളതാണ്. ഇപ്പം ഞാനിപ്പോൾ ഈ 3 പേരെ കുറിച്ച് പറഞ്ഞു. അപ്പോഴും എൻ്റെ ഒരു ബെസ്റ്റ് ഫ്രണ്ട് എന്ന് പറഞ്ഞ ഒരാളെ കുറിച്ചിട്ട് ഞാൻ പറഞ്ഞില്ല. ശരിക്കും ബെസ്റ്റ് ഫ്രണ്ട് എന്ന് പറഞ്ഞ കൺസെപ്റ്റേ ഇല്ല. കാരണം ബെസ്റ്റ് അല്ലെങ്കിൽ ഫ്രണ്ട് ആവില്ലല്ലോ. ഒരു ഫ്രണ്ട് എപ്പോഴും ബെസ്റ്റ് തന്നെ ആയിരിക്കും എന്നുള്ളത്. പക്ഷേ ഞാൻ ഇപ്പോൾ ഈ 3 പേര് ഞാൻ പരാമർശിച്ചെങ്കിലും ഞാൻ പരാമർശിക്കാത്ത ഒരാളുണ്ട്. നമ്മൾ എന്താ പറയുക, നമ്മളെ ഖയാമത്ത് നാൾ വരെ എന്നൊക്കെ പറയുന്നില്ലേ, ഖയാമത്ത് നാൾ വരെ നമ്മളെ കൂടെ നിൽക്കുകയും നമ്മളെ വിഷമങ്ങൾ നമുക്ക് ആവശ്യമുള്ളപ്പോഴും ആവശ്യമില്ലാത്തത്, അത് ഞാൻ മുമ്പ് സൂചിപ്പിച്ചിട്ടുണ്ടെന്ന് തോന്നുന്നു. അതായത് പ്രത്യേകിച്ചൊരു കാരണമൊന്നുമില്ലാണ്ട്, ഒരു റീസൺ ഒന്നുമില്ലാണ്ട്, ഒരു പർപ്പസ് ഒന്നുമില്ലാണ്ട് നമ്മളെ കൂടെ നിൽക്കുക എന്ന് പറഞ്ഞാൽ, നമ്മളെ സ്നേഹിക്കുക, നമ്മളെ കൂടെ നിൽക്കുക, നമ്മളെ ബാക്കപ്പ് ചെയ്യുക. നമുക്കിപ്പം എന്തെങ്കിലും ഒരു പ്രയാസമുണ്ട് നമ്മൾ മനസ്സിൽ തോന്നുന്ന സമയത്ത് നമ്മൾ ആവശ്യപ്പെടാണ്ട് അവർ വന്ന് കയറും. ഇപ്പം നമ്മൾ വിളിക്കുന്നൊന്നുമല്ല, മനസ്സിലായി. അപ്പോൾ അങ്ങനെ ഒരു ആളുണ്ട്. ആ ആളാണ് നമ്മളെ സംബന്ധിച്ചിട്ടൊരു എന്താ പറയുക, ബെസ്റ്റ് എവർ ഫ്രണ്ട് എന്ന് പറയുന്നത്. ചേട്ടൻ പറഞ്ഞപ്പോൾ ഇപ്പം ഞാൻ എൻ്റെ ജീവിതത്തിൽ ഇത് കണക്ട് ചെയ്ത് നോക്കാം. ഈ പറഞ്ഞ പോലെ ചില ആളുകൾ എനിക്ക് തോന്നാറുണ്ട് അവരുടെ ആവശ്യത്തിന് വേണ്ടി മാത്രം ചിലപ്പോൾ നമ്മളെ വിളിക്കുക, സംസാരിക്കുക, അല്ലെങ്കിൽ ആവശ്യങ്ങൾ പറയാ പിന്നീട്. അങ്ങനെ ഒരുപാട് ആളുകളെ തോന്നുന്നുണ്ട്. അപ്പം സത്യം പറഞ്ഞാൽ ഞാനിപ്പോൾ റീൽസിലേക്കാണ് ഇപ്പൊ നമ്മൾ ജീവിക്കുന്നത്. ഒരുപാട് ഫേക്ക് ഫ്രണ്ട്സുകളുള്ള ലോകത്ത് തമാശ രൂപേണയാണ് ഇത്തരം കാര്യങ്ങൾ പറയുന്നതെങ്കിൽ പോലും അത് പലപ്പോഴും പല ആളുകളുടെയും ജീവിതത്തിലേക്ക് കണക്ട് ചെയ്യുന്നുണ്ട്, ഡയറക്റ്റ് കണക്ട് ചെയ്ത്. എനിക്കുള്ളതെന്ന് പറഞ്ഞാൽ വർഷങ്ങളോളം നമ്മളെ കൂടെ നിന്ന് ഒട്ടി നിന്ന് നമ്മുടെ ചോരയെല്ലാം കുടിച്ച് നമ്മുടെ അടുത്ത് കിട്ടാവുന്നതൊക്കെ ഊറ്റിയെടുത്ത്, പിന്നെ അതായത് തന്ത്രപൂർവ്വം. ഇപ്പോൾ ഞാൻ എന്നെക്കുറിച്ച് പൊതുവെ ആളുകൾ പറയുന്നത് ഞാൻ വിലയിരുത്തിയെന്ന് വെച്ചാൽ, എനിക്ക് നേരെ വരുന്ന അപായ സൂചനകൾ പെട്ടെന്ന് മനസ്സിലാവും, പക്ഷേ പുറകിലോട്ട് വരുന്ന അപായ സൂചനകൾ മനസ്സിലാവില്ല. ഞാൻ ആളുകളെ കണ്ണടച്ചങ്ങ് വിശ്വസിക്കും. ഇപ്പം നമ്മളെയൊക്കെ എന്ന് പറഞ്ഞാൽ അതിമനോഹരമായി പണിഞ്ഞ് പിഴിഞ്ഞ് അങ്ങനെയൊക്കെ ഉണ്ടായിട്ടുണ്ട്. ഇവരെയൊക്കെ നമ്മൾ ഒരു കാലത്ത് സുഹൃത്തുക്കളായിരുന്നു. സുഹൃത്തുക്കളെന്ന് പറഞ്ഞാൽ നെഞ്ചിൽ കൊണ്ടു കിടക്കുന്ന സുഹൃത്തുക്കളായിരുന്നു. സോ
അതാണ് ഞാൻ പറയുന്നത്. ഇപ്പം ഈ പറഞ്ഞ ഞാൻ നേരത്തെ പറഞ്ഞ മറ്റേ പേര് സൂചിപ്പിച്ച 3 ആൾക്കാരും എത്രയോ വർഷങ്ങളായിട്ട് അവർ വരികയും അവർ മടക്കയാത്രകൾ ടിക്കറ്റ് എടുത്തിട്ടില്ല. അവർ നമ്മളെ നല്ലതിലും ചീത്തയിലും പ്രതിസന്ധികളിലും പ്രയാസങ്ങളിലൊക്കെ എന്ന് പറഞ്ഞാൽ ഒരു വെളിപ്പുറത്ത് ഒന്ന് വിളിച്ചു കഴിഞ്ഞാൽ വരും. ഇപ്പൊ ചില ആളുകളൊക്കെ ഇപ്പൊ നമ്മളെ പറ്റിച്ചു പോയാൽ ആ ഒരു അവസ്ഥയൊക്കെ ഉണ്ടാവില്ല. അതെ അതെ അപ്പൊ ചിലപ്പോ നമ്മളിൽ നിന്ന് എന്തെങ്കിലും കൊണ്ടായിരിക്കും അവർ പോകുന്നത്. ചിലപ്പോൾ എന്തെങ്കിലും നോളജ്, ബിസിനസ് പരമായ നോളജുകളായിരിക്കും, അല്ലെങ്കിൽ ഫിനാൻഷ്യൽ എന്തെങ്കിലും ആയിരിക്കാം. അപ്പൊ അത്തരത്തിലുള്ള എന്തെങ്കിലും അനുഭവങ്ങൾ? അത് മറ്റേ നോളജ് മാത്രമല്ല, ഇപ്പം നമ്മളെ കൂടെ വരുന്ന ഏതൊരാളെ സംബന്ധിച്ചിട്ട് നമുക്കറിയുന്ന കാര്യങ്ങൾ എപ്പോഴും പഠിപ്പിക്കുന്ന ഒരാളാണ്. ഏത് കാര്യത്തിൽ ഇപ്പം നമ്മൾ സഹപ്രവർത്തകരുടെ കൂടെ ആയിക്കഴിഞ്ഞാലോ അല്ലെങ്കിൽ സുഹൃത്തുക്കളുടെ കൂടെ ആയിക്കഴിഞ്ഞാൽ അതിന് പുറമെ മോണിറ്ററി തിങ്സ്, പണമായും സമ്പത്തായും ഇതൊക്കെ കൊണ്ടുപോയിട്ടുണ്ടെങ്കിലും ഇവർ കൊണ്ടുപോയിട്ടുള്ള ഒരു വിശ്വാസം എന്ന് പറഞ്ഞൊരു സംഗതി ഉണ്ടല്ലോ, അതാണ് ഏറ്റവും പ്രധാനം. പണമൊക്കെ ആളുകൾ കൊണ്ടുപോയിട്ടുണ്ട്. അവരൊക്കെ എന്ന് പറഞ്ഞാൽ എൻ്റെ വിശാലമായ ലോകത്തിൽ വളരെ ഹാപ്പിയായിട്ട് ജീവിക്കുന്നുണ്ട്. അതിലും നമുക്കൊരു ദുഃഖമില്ല. കാരണം ഇവർ കൊണ്ടുപോയിട്ടൊന്നും തീരാത്ത എന്തോന്ന് നമ്മുടെ അടുത്ത് ഉണ്ടല്ലോ, അങ്ങനല്ലേ? പലരും കൊണ്ടുപോയി, പലരും പിടിച്ചു പറിച്ചും മോഷ്ടിച്ചും തട്ടിപ്പറിച്ചും ഒക്കെ കൊണ്ടുപോയി. ഇപ്പം ഞാൻ ഇപ്പം നമ്മൾ അതായത് പങ്കുവെച്ച് കഴിക്കുന്ന ഒരു മറ്റേ ഭക്ഷണം നമ്മൾ പ്രസാദം എന്നാ പറയുക അല്ലേ? പങ്കുവെച്ച് കഴിക്കുന്ന പ്രസാദം എന്നാ പറയുക. പിടിച്ചു പറിക്കുന്നതിനെ കൊണ്ട് ഒരിക്കലും നമ്മൾ വയറുന്നറിയില്ല. പക്ഷേ പങ്കുവെച്ച് കഴിക്കുന്ന ഒരാളെ സംബന്ധിച്ച് ഒരിക്കലും എന്താണില്ല, പട്ടിണി കിടക്കേണ്ട അവസ്ഥ വരുന്നില്ല എന്നുള്ളതാണ്. അപ്പോൾ ഇത്രയൊക്കെ ഉള്ളൂ. ആളുകൾ പണം കൊണ്ടുപോയിട്ടുണ്ട്, എന്താ പറയുക, മറ്റു പല കാര്യങ്ങളും നമ്മളിന്ന് പിടിച്ചു പറിച്ച് കൊണ്ടുപോയിട്ടുണ്ട്. അവർ ഹാപ്പിയായി ജീവിക്കുന്നുണ്ട്. സന്തോഷം. എപ്പോഴെങ്കിലും ആരെങ്കിലും ഇങ്ങനെ മിസ് ചെയ്ത് അല്ലെങ്കിൽ മിസ്യൂസ് ചെയ്ത് അല്ലെങ്കിൽ ഈ ഒരു ഫ്രണ്ട്സ് എന്നുള്ളതിൽ നകന്നുണ്ടപ്പോൾ വിഷമം തോന്നി? ഇല്ല, ഒരു വിഷമമില്ല. യഥാർത്ഥത്തിൽ ഞാൻ എൻ്റെ ജീവിതത്തിൽ നിന്ന് പോകാൻ വേണ്ടി പാടില്ല എന്ന് ആഗ്രഹിച്ച ഒരാളെ ഞാൻ അത് അവർ മറ്റേ ജോലി പിരിഞ്ഞ് പോകുന്ന സമയത്ത് നമ്മൾ ഓഫീസിൽ അവസാനമായിട്ട് നമ്മൾ ക്ഷയിക്കേണ്ടി കൊടുത്തു. പിന്നെയും വരുന്നത് പിന്നെ അങ്ങനെ പറഞ്ഞിട്ടുണ്ട്. അതായത് ഈ സ്ഥാപനത്തിൽ ഞാൻ ഏറ്റവും കൂടുതൽ സ്നേഹിക്കുകയും ബഹുമാനിക്കുകയും ചെയ്ത സാറിനെയാണ് എന്ന് പറഞ്ഞിട്ട് പോയത്. ആ വ്യക്തി ഒരു പേഴ്സൺ എന്നുള്ള രീതിയിലല്ല, അവർ നഷ്ടപ്പെട്ടു പോയതൊരു വലിയൊരു ലോസ് ആയിട്ടാണ് എനിക്ക് തോന്നുന്നത്. അവർ പല തെറ്റിദ്ധാരണകളുടെയും മുകളിൽ അല്ലെങ്കിൽ പലരെയും എന്താ പറയുക ഭാഗികമായ വല്ല കാര്യങ്ങളൊക്കെ മനസ്സിലാക്കിയിട്ട് നമ്മളടുത്ത് ഒരു അകലം പാലിച്ചു. പക്ഷേ അവർക്കൊരു ക്വാളിറ്റി ഉണ്ടായിരുന്നു. ഞാൻ ഏറ്റവും പ്രധാനമായിട്ട് ഓർക്കുന്നത് വെച്ചാൽ ഇപ്പം നമ്മൾ എന്തെങ്കിലും ഒരു കാര്യം പറയുമ്പോൾ ഇപ്പോഴും ഒരു സ്ക്രീൻഷോട്ട് ഷെയർ ചെയ്യുക, മറ്റുള്ളവരുടെ സംഭാഷണങ്ങൾ പറയുക, വോയിസ് റെക്കോർഡ് അയച്ചു, ഇതൊക്കെ ഉണ്ടല്ലോ. ആ ഒരു തുടക്കത്തിൽ എന്ന് പറഞ്ഞാൽ എനിക്കൊരിക്കലും സാർ ഇങ്ങനെയുള്ള കാര്യങ്ങളൊന്നും എനിക്ക് ആക്സെപ്റ്റബിൾ അല്ല, ഒരിക്കലും സാർ എനിക്കൊന്നും അയക്കരുത്. അപ്പം ഇത് കൈൻഡ് ഓഫ് ഒരു പ്രത്യേക ക്വാളിറ്റിയുള്ള ആ ഒരു വ്യക്തി ഒഴിച്ചിട്ട് വേറെ ആരെങ്കിലും നഷ്ടപ്പെട്ടു പോയതിൽ എനിക്ക് ദുഃഖമൊന്നുമില്ല. അതായത് ആളുകൾ പോയത് കൊണ്ട് നന്നായി, അതുകൊണ്ട് പലരെയും മനസ്സിലാക്കാൻ വേണ്ടി പറ്റി. പക്ഷേ ഇവരൊക്കെ പോയതിന് ശേഷവും നമ്മളിങ്ങനെ ഇരിക്കുന്നുണ്ട്, ഞാനും മുസമ്മിൽ സംസാരിക്കുന്നുണ്ട്. അപ്പം അത്രയേ ഉള്ളൂ. കാരണം അവരൊന്നും സുഹൃത്തുക്കളായിരുന്നില്ല, അപ്പോൾ അവരാരും സുഹൃത്തുക്കളായിരുന്നില്ല എന്ന് മാത്രമേ ഉള്ളൂ. ഈ സുഹൃത്ത് എന്ന് പറയുന്നത് എന്തെങ്കിലും ക്വാളിറ്റി നിങ്ങൾ പറയാൻ പറ്റും? അതായത് സുഹൃത്തിന്റെ ക്വാളിറ്റി വേണം, അല്ലെങ്കിൽ ഇങ്ങനെയൊക്കെ ആയിരിക്കണം സുഹൃത്തുക്കൾ എന്ന് പറഞ്ഞാൽ നിങ്ങൾക്ക് എന്തെങ്കിലും? സുഹൃത്തിൻ്റെ ഒരു ക്വാളിറ്റി എന്ന് പറഞ്ഞാൽ അങ്ങനെ ഒരു സ്പെസിഫിക് ആയിട്ട് ഞാനെപ്പോഴും വിചാരിക്കുന്നത് വെച്ചാൽ, ഞാൻ എൻ്റെ സുഹൃത്തുക്കളോട് അല്ലെങ്കിൽ സുഹൃത്തുക്കളായി വരുന്നവരോട് ഞാൻ പറയുന്ന ഒരു കാര്യം എന്താ വെച്ചാൽ, ഞാൻ ഒരു കണ്ണാടി പോലെയാണ്. അതായത് നിങ്ങൾ എൻ്റെ മുമ്പിൽ വന്ന് നിൽക്കുമ്പോൾ നിങ്ങളെ തന്നെ പ്രതിഫലിക്കും, അത്ര മാത്രമേ ഉള്ളൂ. ഇപ്പോൾ ഒരു സുഹൃത്ത് എന്നെ സംബന്ധിച്ചെന്ന് പറഞ്ഞാൽ മുസമ്മിൽ എൻ്റെ മുമ്പിൽ വന്ന് നിൽക്കുമ്പോഴെന്ന് പറഞ്ഞാൽ മുസമ്മിലിന് തോന്നുന്നത് ഇത് ഞാൻ തന്നെയാണെന്ന് തോന്നുന്നത്. പിന്നെ നമ്മൾ നേരത്തെ പറഞ്ഞ പോലെ തന്നെയാണ് എപ്പോഴും കൂടി ഉണ്ടാവണം നല്ലതൊരു ജീവിതത്തിലൊക്കെ. നമ്മളിപ്പോൾ ചങ്ങായിമാർ ഇപ്പോൾ ഷൈജോട്ട് നല്ലൊരു ഡ്രസ്സ് ഇട്ടിട്ട് വന്നു, തന്നോട് ചോദിക്കുകയാണെങ്കിൽ ഈ ഡ്രസ്സ് എങ്ങനെയുണ്ട്? അപ്പോൾ സ്വാഭാവികമായിട്ട് ഈ ഡ്രസ്സ് കാണാൻ രസമില്ലെങ്കിലും ഞാൻ നിങ്ങളെ തൃപ്തിപ്പെടുത്താൻ വേണ്ടി പറയും, സാധനം രസമുണ്ട്, ഒരു ചങ്ങായി നൽകുമ്പോൾ ഒരു രസമുണ്ട്. അപ്പം അങ്ങനെയൊക്കെ പറയുമ്പോൾ ശരിക്കും അത് സൗഹൃദത്തിൽ ഇല്ല, അങ്ങനെ ഒരു സുഹൃത്ത് അങ്ങനെ പറയില്ല. കാണാൻ കൊള്ളൂല എടാ സംഗതി ബോറാന്ന് പറയുന്നതന്നെ സുഹൃത്ത്, അങ്ങനെ തന്നെ പറയേണ്ടത്. അപ്പോൾ ഇപ്പോൾ നമ്മളെ വീഡിയോ കാണുന്ന ആൾക്കാരോട് ഈ സൗഹൃദത്തെ കുറിച്ച് എന്താണ് പറയുന്നത്? കേൾക്കാനും മനസ്സിലാക്കാനും പിന്തുണയ്ക്കാനും കൂടെ നിൽക്കാനും ആവശ്യമുള്ളപ്പോഴൊക്കെ ചേർത്തു പിടിക്കാനും ഉതകുന്ന ആ ഒരാളാണ് നമ്മുടെ സുഹൃത്ത്. സൗഹൃദം അമൂല്യമാണ്. യഥാർത്ഥ സുഹൃത്തുക്കളെ തിരിച്ചറിയുക, കൂടെ ചേർത്ത് നിർത്തുക.